Hi friends, welcome back to our channel Salt and Pepper. ഇന്ന് നമുക്ക് കുർത്തിയിലും അല്ലെങ്കിൽ സാരി ബ്ലൗസിലും പിള്ളേരുടെ ഉടുപ്പിലൊക്കെ ചെയ്യാവുന്ന ഒരു നല്ലൊരു എംബ്രോയിഡറിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഈ കുർത്തിയുടെ നെക്ക് ഞാൻ ഈ ഫ്രെയിമിൽ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ തൊട്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ബീഡ്സും നൂലും, ഞാൻ ഇതിനു വേണ്ടി വുളൻ നൂലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. വൂള് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും. അപ്പോൾ നൂലൊന്നും പൊങ്ങി പോരത്തില്ല, നല്ല ഭംഗിയായിരിക്കും ചെയ്തു വരുമ്പോഴേക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് എംബ്രോയിഡറി നൂല് ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് വൂളാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. വൂളിൻ്റെ നൂല് ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് വരും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ചെയ്തു വരാം. നിങ്ങളവർക്ക് ഇത് സൂചിക്കകത്തൂടെ കയറും, ഈസി ആയിട്ട് കയറും. നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ശകലം ഗ്ലൂ ഒട്ടിച്ചു കൊടുത്താൽ ഇതിനകത്തൂടെ ഈസി ആയിട്ട് കയറി പോകും. എത്ര ഈസി ആയിട്ടാണ് ഞാൻ കോർത്താൻ നോക്കിയേ. ഒറ്റ ലെയർ മതിയാവും, കാരണം നല്ല തിക്കല്ലേ സംഭവം. ചെറുതായിട്ടൊന്ന് എടുത്തു കൊടുത്തു. എന്താ ഇത് നമുക്ക് ഈ നെക്ക് ലൈൻ ഒന്ന് ചെയ്യാം. ഇത് നമ്മൾ ഇതുപോലെ എടുത്തു. വരച്ചെടുക്കുന്നു. തയ്ച്ചെടുക്കുന്ന നിങ്ങളൊന്ന് മനസ്സിലായോ? ഈസിയാണ്. ഒരേ ഗ്യാപ്പിന് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കുറച്ചൊന്ന് കുത്തി എന്നിട്ട് ഈ നൂല് പോകുന്നത് താഴ്ഭാഗത്തൂടെയാണ് കേട്ടോ. ഇങ്ങനെ പോകും സൂചി നൂലിൻ്റെ മുകളിൽ കൂടെ പോകും. കണ്ടോ ഭംഗിയായിട്ട് വരുന്നില്ലേ? വീണ്ടും നമ്മൾ കുത്തുന്നു, നൂലിൻ്റെ മുകളിൽ കൂടെ എടുക്കുന്നു. എന്താ കണ്ടോ, നെക്ക് നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് നിങ്ങൾക്ക് ഇപ്പം കിട്ടും. എന്താ അഗൈൻ കുത്തുക, സൂചി മുകളിൽ കൂടെ വിടുക, എന്നിട്ട് വലിച്ചെടുക്കുക. എന്താ രസം നോക്കിയാ, അടിപൊളിയല്ലേ? നോക്കിക്കേ, നല്ല ഫിനിഷ് ഉണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക. കണ്ടോ ഇത് എത്ര ഭംഗിയിലാണ് വരുന്നത് നോക്കിക്കേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? എത്ര ഈസിയാന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. നിങ്ങൾ എന്നേലും ബ്രില്യൻ്റ് അല്ലേ? ഇത് നമ്മുടെ സാരി ബ്ലൗസിന്റെ ഒക്കെ നെക്കെല്ലാം ചെയ്ത് നമുക്ക് ഓൾറെഡി തയ്ച്ച ബ്ലൗസുകളാണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എത്ര കൊള്ളാത്ത ബ്ലൗസും കളയാൻ വെച്ചേക്കുന്ന ബ്ലൗസ് നിങ്ങൾക്ക് കളയാൻ തോന്നത്തില്ല. അത്രയ്ക്കും ഭംഗിയായിരിക്കും ഇത് ചെയ്ത് വരുമ്പോൾ. ചുമ്മാ നമുക്ക് വലിയ പൈസയൊന്നും ആവത്തില്ലല്ലോ, ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കി. ഇപ്പോൾ ഒരു നൂല് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോരം ഉപയോഗിക്കാം. ഇപ്പോൾ വൂളിൻ്റെ ആണെങ്കിൽ പറയുകയും വേണ്ട. നിങ്ങളുടെ ഷാളിൻ്റെ ഒക്കെ അറ്റത്ത് പിടിപ്പിക്കാൻ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കയ്യ്, ചുരിദാറിൻ്റെ കൈകളാണേലും ബ്ലൗസിൻ്റെ കൈകളുടെ ഒക്കെ എൻഡിൽ ഇതുപോലെ പിടിപ്പിച്ച് കൊടുത്തിട്ട് ഓരോ ബീഡ്സും ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല രസമായിരിക്കും ചെയ്ത് വരുമ്പോഴേക്ക്. അപ്പം ഞാനിതൊന്ന് ഇവിടം വരെ തയ്ച്ചിട്ട് വരട്ടെ, അതുവരെ നോക്കിയിരുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ തുണിയിൽ തയ്ച്ചു തുടങ്ങിക്കോ കേട്ടോ. മുത്ത് കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കത് കണ്ടു നോക്കാം. നല്ല സുന്ദരി കുഞ്ഞിക്കമ്മൽ, ഒരു കുഞ്ഞിപ്പൂവല്ലേ എനിക്കുന്നത്, സുന്ദരി കുട്ടിയാ. അവിടെ നമ്മൾ ഇവിടെ മുഴുവൻ ചെയ്തെടുക്കാൻ പോയത്. എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇതുപോലത്തെ കുഞ്ഞൊരു മുത്തുകൾ കണ്ടോ, കുഞ്ഞൊരു മുത്തുകൾ. അതുപോലെ തന്നെ ഞാൻ ക്രിസ്റ്റൽ ആയിട്ടുള്ള ഈ റെഡ് ബീഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കുക, ഏതൊരു മുത്താണെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാനിങ്ങനെ കോർത്തെടുത്തു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 8 ബീഡ്സ് കോർത്ത് കൊടുക്കാൻ പോവാണ്. 1 2 3 4 5 6 7 and 8 beads. Ding 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 ding. കേട്ടോ, 8 ബീഡ്സ്. എന്നിട്ട് എന്നെ എടുത്തു, അതിനെ കുത്തിയെടുത്ത് തന്നെ അവനെ ഞാൻ ഇറക്കി. കണ്ടോ, ഇപ്പം കണ്ട ഒരു ഷേപ്പും ഇല്ലാതെ നിൽക്കുകയാണ്. ഭയങ്കര റിബല്ലായിട്ടാണ് ആളുടെ നിപ്പ്. പക്ഷെങ്കിൽ നമുക്ക് ഇതൊന്നും വേണം സെക്യൂർ ചെയ്തെടുക്കാൻ വേണ്ടി. മുത്തിനെ ശരിക്കും സെക്യൂർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഇപ്പുറത്തെ മുത്തിനകത്തോടെ ഒന്ന് കയറ്റി ഇറക്കി കഴിയുമ്പോൾ പിന്നെ അനങ്ങത്തില്ല. ഇതാ ഇടല്ലേ, ഇതിന് ഷേപ്പ് ആയിട്ടില്ല. പക്ഷെ ഇതിനകത്തോട്ട് ഈ മുത്ത് വരുമ്പം നോക്കി, എന്നിട്ട് വീണ്ടും നമ്മൾ സൂചി ഇതിനകത്തൂടെ കയറ്റും. ഇതാ
ഇതുപോലെ കയറ്റി കഴിഞ്ഞിട്ട് ഈ റെഡ് ബീഡ് കണ്ടോ, ഇതിനെ നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റും. കണ്ടോണം, കാണാമെന്ന് കരുതുന്നു. ഇതാ, എന്നിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് സൂചി അതിനകത്ത് തന്നെ വെച്ച് കുത്തി ഇറക്കുക. ഓഹോ, നോക്കിക്കേ മാജിക്ക് കണ്ടോ. ഇതാർക്കാ ചെയ്യാൻ പറ്റാത്തതെന്നൊന്ന് പറഞ്ഞേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ലേ? എന്നാ ഈസിയാണ്. ഇതിപ്പോൾ ഈസി ആയിട്ടൊരു എംബ്രോയ്ഡറി എനിക്കിനി കാണിച്ചു തരാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്ക് ഈസിയാണ്, ബ്യൂട്ടിഫുള്ളാണ്. ആരും പറയത്തില്ല നിങ്ങൾ തയ്ച്ചത് ഇട്ടുകൊണ്ട് നടക്കുമ്പോഴേക്ക് അയ്യോ ഇതാരാ ഇത് ചെയ്തേ, ഇതെവിടെ ഈ വർക്ക് ചെയ്യിച്ചെന്നേ ചോദിക്കത്തില്ല. അറിയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ നമ്മളിതൊക്കെ പഠിച്ചിട്ട് വല്ലവർക്കൊക്കെ ഇങ്ങനെ തുന്നി കൊടുത്തെന്നും ഇരിക്കും കേട്ടോ. നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ഇന്ന് എംബ്രോയ്ഡറി. ഇപ്പോൾ എംബ്രോയ്ഡറി ഇല്ലാത്തൊരു കാര്യമില്ല. ഇതിപ്പോൾ സെക്യൂർ ആയിട്ടുണ്ട്. കാണാൻ എങ്ങനെയുണ്ട്? ഭംഗിയായില്ലേ? ഇപ്പോൾ പഠിച്ചോ. ഇതാ ഒരു ഫ്ലവർ കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതാ ഇവിടെ ഞാൻ വീണ്ടും കുത്തുന്നു. കേട്ടോ, പൊക്കിയെടുത്തു. എത്ര മുത്ത് വേണം നമുക്ക്? 8 മുത്ത്. എന്നിട്ട് നമ്മൾ തയ്ച്ചിടത്തോട് കുത്തി ഇറക്കുന്നു. കേട്ടോ, മനസ്സിലായി എന്ന് കരുതുന്നു. ആൻഡ് ദെൻ നമുക്ക് ഇച്ചിരി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇവരും പനങ്ങാതിരിക്കും. കണ്ടോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു മുത്തിടാം. മുത്ത് കയറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ സ്വഭാവം ഒന്ന് മാറും. പിന്നെ വേറൊരു ലുക്കിലേക്കാണ് പോകുന്നത് മുത്തിട്ട് കഴിയുമ്പോൾ. എന്നാൽ പിന്നെ ഞാൻ ഈ വർക്ക് കുറച്ചൊന്ന് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നോക്കിക്കേ, ഞാനിതിന് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞു. എന്നെ ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയേ. നെക്ലൈനും ഫ്ലവേഴ്സ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ വർക്ക് കൂടെ ചെയ്ത് കൊടുക്കാം. അതെന്താ നമുക്കിത് കാണണ്ടേ. അപ്പം ഇതുപോലത്തെ ഈ വർക്ക് ഈ ബീഡ്സിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടോണം. സൂചി പൊക്കിയെടുക്കുന്നു കണ്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ അപ്സി ഡേയ്സി കുഞ്ഞുങ്ങളെ ഉണ്ടായില്ലേ, ഡേയ്സി കുഞ്ഞുങ്ങളെ, അവരെ പോലെ തന്നെ ഇതിന് ഇച്ചിരി വലുതായിട്ട് ഇതാ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് അപ്സി ഡേയ്സി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ എടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡേയ്സി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ. കണ്ടോ. എന്നിട്ട് നമ്മൾ താഴെ ഇങ്ങനെ കുത്തിക്കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പെറ്റല് കിട്ടി. കണ്ടില്ലേ, നമുക്കിപ്പോൾ ഒരു പെറ്റലായി. രണ്ടാമത്തെ ഇതുപോലെ തന്നെ ബിറ്റ്വീൻ കേട്ടോ. നമ്മളിങ്ങനെ അറ്റത്തിങ്ങനെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് കുരുക്കൊന്നും വീഴത്തില്ല. കണ്ടോ, സുന്ദരമായിട്ട് തന്നെ അറ്റത്ത് തന്നെ വീഴും. നമ്മൾ താഴ്ഭാഗത്ത് ഇതുപോലെ തന്നെ ഇറക്കി കൊടുക്കുക. കണ്ടോ, ഇനിയിപ്പോൾ ഒരു പെറ്റലൂടെ ഇവിടെയുള്ളൂ. അതിനെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഈസി അല്ലേ? വളരെ എളുപ്പം ഇത് ചെയ്യാം കേട്ടോ. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങളെല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഞാൻ സമയമെടുത്ത് കാണിച്ചു തരുന്നത്. 3 പെറ്റൽസ് എന്ത് എളുപ്പമാണെന്ന് നോക്കിയാൽ. അപ്പോൾ ഇത് നല്ല ഫുള്ളറായിട്ട് തോന്നും. ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കുക. അപ്പോൾ എംബ്രോയ്ഡറി നമുക്കൊരു ഗ്യാപ്പും ഇല്ല. ഗ്യാപ്പില്ലാതെ നിറഞ്ഞ് വരുമ്പോഴേക്കാണ് ഇത് കാണാൻ നല്ല ഭംഗി കേട്ടോ. ഞാനത് നോട്ടീസ് ചെയ്തേക്കുന്നത്. ഏറ്റവും ഭംഗിയായപ്പോഴേക്കും നല്ലൊരു ഫിനിഷിങ് ലുക്കും ആയിരിക്കും നമുക്ക് ഇതിന് കിട്ടുന്നത്. സ്റ്റോണിലൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത് ഇച്ചിരി നേരം ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഞാനിത് ഇട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരാം. എന്നിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണം കേട്ടോ.